പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു വിഷ്ണുവും ദീപയും. പരസ്പരം അത്രയേറെ ഇഷ്ടപ്പെട്ടവർ. നീയില്ലെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞ് ജീവിച്ചവർ. അവർക്കൊരു മകളാണ് അമേയ. ജീവിതം പോകെ പോകെ പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരുന്നു. അതൊക്കെ സഹിക്കാനും തരണം ചെയ്യാനും പരസ്പരം താങ്ങായി നിന്നു അവർ. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്തിനൊക്കെയോ മാറ്റം വന്നു. തീർച്ചയായും അതിനൊരു കാരണം മൊബൈൽ തന്നെയായിരുന്നു. മകളും മൊബൈലിൽ മുഴുകിയതിൽ പിന്നെ ദീപ ആകെ ഒറ്റപ്പെട്ടു. ജോലിക്ക് പോയി വരുന്ന വിഷ്ണു ഓഫീസ് കാര്യങ്ങളുടെ ടെൻഷനുമായിട്ടാകും വരിക. അതൊക്കെ കഴിയുമ്പോൾ ടി വിയിലേക്കോ മൊബൈലിലേക്കോ കണ്ണും നട്ടിരിക്കും. രാവേറെ കഴിഞ്ഞാവും ഉറങ്ങാൻ കിടക്കുക. ഇതിനിടയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണം കാരണം ദീപ ഉറങ്ങിയിട്ടുമുണ്ടാകും. പരസ്പരം ഒരുപാട് സ്നേഹിച്ചവർ എവിടെയൊക്കെയോ അകന്നതായി ദീപയ്ക്ക് തോന്നി. പലതവണ വിഷ്ണുവിനോടത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അവൾ. ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളെ. നിനക്കെന്താ കുറവ് ഇവിടെ? എന്തേലും ജോലികൾ ചെയ്തിട്ട് മൊബൈലിൽ കുത്തുക, കിടന്നുറങ്ങിയൊക്കെ ചെയ്യാലോ. പരാതികൾ കൂടിയപ്പോൾ വിഷ്ണു പറഞ്ഞു. അവൾക്ക് പഴയ കാലം ഓർമ്മ വന്നു. സംസാരിച്ച് ഉറക്കം വരാതിരുന്ന നാളുകൾ. വിഷ്ണുവേട്ടനോട് എത്ര സംസാരിച്ചാലും മതിയാകാത്ത നാളുകൾ. ആ കൈകൾ തലയിണയാക്കി നെഞ്ചോട് ചേർന്ന് കിടന്ന നാളുകൾ. തനിക്ക് കേൾക്കാൻ മാത്രമായി വിളിക്കുന്ന ചെല്ലപ്പേര്. അവൾക്ക് സങ്കടം നിറഞ്ഞു വന്നു. നാളുകളേറെയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്നെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, വ്യാകുലതകൾ എല്ലാം പറയൂ, ഞാനുണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനെപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ശ്രദ്ധയോടെ എന്നെ കേൾക്കാൻ ആരും ഉണ്ടായില്ല. അവൾ തൻ്റെ കൂട്ടായ ഡയറിയിൽ കുറിച്ചിട്ടു. തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഡയറി താളുകളിൽ രഹസ്യമായി സൂക്ഷിച്ചു. വീട്ടുജോലികൾ കൃത്യമായി ചെയ്തു. അമ്മയെ ഇടയ്ക്ക് അമ്മയെ സഹായിക്കാൻ കൂടും. അവൾക്ക് മുഖ്യം കൂട്ടുകാരായിരുന്നു. അമ്മ എന്ത് ജോലിക്ക് പോകാത്തത്? എങ്കിൽ ഈ ബോറടിയൊക്കെ മാറിയേനെ. ദീപ ഒന്ന് ചിരിച്ചു. നിനക്ക് വേണ്ടിയാണ് ജോലി ഉപേക്ഷിച്ചത് എന്നവൾ പറഞ്ഞില്ല. അമ്മമാരുടേതായ ചിന്തകൾ, ടെൻഷനുകൾ ദീപയ്ക്ക് വരുമ്പോൾ അമ്മയെ കളിയാക്കും. ഇങ്ങനെ ടെൻഷനാകാതെ വല്ല യോഗയും ചെയ്തൂടെ അമ്മേ? ആശ്വാസം കിട്ടിയേനെ. ദീപയുടെ ലോകം പാട്ടുകളും പുസ്തകങ്ങളുമായിരുന്നു. പിന്നെ പിന്നെ അവൾ അതിലേക്ക് ഒതുങ്ങിക്കൂടി. പക്ഷെ ആരുടെയും കാര്യത്തിൽ ഒരു കുറവും വരുത്തിയില്ല. മാസമുറ സമയത്തെ മൂഡ് സ്വിങ്സിൽപ്പെട്ടവൾ ഉഴറി. അതവളുടെ ദേഷ്യമായി മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു. വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുമ്പോൾ ഭക്ഷണം രുചിയുണ്ടായിരുന്നു എന്ന് പറയുമെന്നവൾ കൊതിച്ചു. ഒരു പുതിയ സാരിയോ ചുരിദാറോ ധരിച്ച് എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തൊരു തലയാട്ടൽ മാത്രമാകും വിഷ്ണുവിൽ നിന്നും ഉണ്ടാവുക. ചിലപ്പോഴൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചു, സഹായിക്കണോ ദീപ എന്ന് ചോദിച്ച് അടുക്കളയിലേക്ക് വരുന്ന വിഷ്ണു പിൻകഴുത്തിൽ ഉമ്മ വെച്ച് ചെവിയിൽ ചോദിക്കുന്നത്. അയ്യേ, നീ ഇത്ര പൈങ്കിളിയായോ പെണ്ണെ? തൻ്റെ മനസ്സിനെ അവൾ തിരുത്തും. ഇതൊന്നും പൈങ്കിളിയല്ല ദീപേ. വിഷ്ണു മുമ്പ് അങ്ങനെയായിരുന്നല്ലോ, അതാ അങ്ങനെ ചിന്തിച്ചു പോയത്. സാരമില്ല, ഒരു ദിവസം എല്ലാം മനസ്സിലാക്കും. മനസ്സവളോട് പറയും. പിന്നെ പിന്നെ അവൾക്കതൊരു ശീലമായി. സ്വയം സംസാരിക്കൽ. അവൾ സ്വയം സ്നേഹിച്ചു തുടങ്ങി. വിഷ്ണുവിന് സ്നേഹമില്ലായ്മയല്ല, ഓഫീസിലെ ടെൻഷനും അധികമായ മൊബൈൽ അഡിക്ഷനുമാണ് കാരണമെന്നവൾ മനസ്സിലാക്കി. തൻ്റെ ഡയറിയിലെല്ലാം അവൾ കുറിച്ചിട്ടു. ആയിടയ്ക്കാണ് ദീപയുടെ അച്ഛന് സുഖമില്ലാതെയായി ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അമ്മയ്ക്ക് വീട്ടിലെ പശുവിനെയും കോഴിയെയും ഒന്നും വിട്ട് ആശുപത്രിയിൽ മാത്രം നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പാൽക്കച്ചവടവും കൃഷിയുമായിരുന്നു അച്ഛൻ്റെ വരുമാനമാർഗം. ധർമ്മസങ്കടത്തിലായ അമ്മയോട് ആശുപത്രിയിൽ താൻ നിൽക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പകൽ ആശുപത്രിയിലായിരുന്നു. രാത്രിയിൽ അമ്മ ആശുപത്രിയിൽ വരുമ്പോൾ വീട്ടിൽ പോയി അച്ഛമ്മയ്ക്ക് കൂട്ടുകിടന്നു. വരണ്ട എന്ന് അമ്മയോട് പറഞ്ഞാലും അമ്മയ്ക്ക് അച്ഛനെ കാണാതിരിക്കാനാവില്ലായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തമ്മിൽ. വീട്ടിൽ 3-4 ദിവസത്തോളം ദീപയില്ലാതായപ്പോഴാണ് വിഷ്ണുവും അമ്മയെയും ദീപയുടെ അഭാവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത്. വീട്ടിലെ ശബ്ദം തന്നെ ഇല്ലാതെയായി. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പുറകെ വരുന്ന ദീപയെ കാണാത്തതിൽ വിഷ്ണു കുറേ നാളുകൾക്ക് ശേഷം സങ്കടപ്പെട്ടു. അടുത്തുണ്ടായിരുന്നിട്ടും അവളെ ഈയിടെയായി താൻ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്ന് അയാൾ ഓർത്തു. അയാൾക്ക് അവളോട് ചേർന്നിരിക്കാൻ തോന്നി. അവളുടെ മണത്തിനായി ആഗ്രഹിച്ചു. പുതയ്ക്കാനായി ഒരു സാരി എടുക്കാൻ അലമാര തുറന്നപ്പോഴാണ് അവളുടെ ഡയറി കണ്ടത്. തെറ്റാണെന്ന് തോന്നിയെങ്കിലും വിഷ്ണു അതെടുത്ത് വായിച്ചു. വിഷ്ണുവിൻ്റെ തൊണ്ടയിൽ വല്ലാത്ത നീറ്റലുണ്ടായി. ഒന്ന് കരയണം എന്ന് അയാൾക്ക് തോന്നി. തൻ്റെ പ്രിയപ്പെട്ടവൾ, തനിക്കായി മാത്രം ഒരുങ്ങിയവൾ, എന്നിട്ടും അറിയാതെ പോയി. കയ്യിലിരുന്ന മൊബൈലിനെ അറപ്പോടെ നോക്കി അയാൾ. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അവളുടെ സങ്കടങ്ങൾ കണ്ടില്ലെന്ന് ഇനി കരുതാനാകില്ല. മനസ്സിലൂടെ പ്രണയവും കല്യാണവുമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഓടിയെത്തി. അവിടെ അവൾ നിൽക്കുന്നുണ്ട്, തൻ്റെ ഏറെ പ്രിയപ്പെട്ട കറുപ്പിൽ ചുവന്ന ബോർഡറുള്ള ആ സാരി ഉടുത്ത്. ഒരു ഫോട്ടോ എടുത്തരോ വിഷ്ണുവേട്ടാ? അവൾ സ്നേഹവായ്പോടെ ചോദിക്കുന്നുണ്ട്. എടുത്തു കൊടുത്താലും പോരാ, ഒപ്പം നിന്ന് എടുക്കുകയും വേണം. തൻ്റെ ക്യാമറയാണ് അന്ന് ഫോട്ടോയ്ക്കായി ഉള്ളത്. അതിൻ്റെ പ്രിൻ്റ് കിട്ടുന്നത് വരെ പുറകെ നടന്ന് ശല്യപ്പെടുത്തും. പിന്നെ എപ്പോഴോ മൊബൈൽ കിട്ടി. സെൽഫികളായി
ഒപ്പം നിൽക്കാൻ അവൾ വിളിച്ചാലും പോകാതെയായി. മകളും അവളും ചേർന്ന് നിൽക്കുന്നതിനൊപ്പം തൻ്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്ത് അവൾ ഫ്രെയിം ചെയ്തത് ഈയിടെയായിരുന്നല്ലോ എന്നയാൾ ഓർത്തു. വിഷ്ണുവിന് വല്ലാത്ത സങ്കടം തോന്നി. കുറേ മുമ്പ് കോൾ ലിസ്റ്റിൽ ദീപയുടെ കോൾ കണ്ടത് ഓർമ്മ വന്നു. വിഷ്ണു ഫോണെടുത്ത് ദീപയെ തിരിച്ചു വിളിച്ചു. രാത്രി അസമയത്ത് വിളിച്ചത് കണ്ട ദീപയ്ക്ക് അതിശയം തോന്നി. അച്ഛൻ അഡ്മിറ്റ് ആയപ്പോൾ ഒരു ദിവസം നോക്കാൻ വന്നതിൽ പിന്നെ ഇടയ്ക്ക് എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിക്കും. അതും ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കും. വിഷ്ണുവേട്ടാ, അവൾ സ്നേഹത്തോടെ വിളിച്ചു. ശബ്ദം വിങ്ങിയിട്ടൊന്നും പറയാൻ വിഷ്ണുവിന് തോന്നിയില്ല. എന്താ വിഷ്ണുവേട്ടാ, എന്താ കാര്യം? ദീപയ്ക്ക് വേവലാതിയായി. ഒന്നുമില്ല, തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവൾക്ക് കണ്ണു നിറഞ്ഞു. ഹോ, എപ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് വായടച്ചിരിക്കുക. ഈ സിനിമയൊന്ന് കണ്ടോട്ടെ. ദീപയുടെ മനസ്സിൽ പെട്ടെന്ന് അതാണ് ഓടിയെത്തിയത്. അച്ഛനെ നാളെ ഡിസ്ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് വരാം. വിഷമിക്കേണ്ട വിഷ്ണുവേട്ടാ, അവൾ പറഞ്ഞു. ദീപേ, എന്തേ? ഒന്നുമില്ല, എന്തോ ഒരു വല്ലായ്മ. സോറി. പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അത്രയും മതിയായിരുന്നു ദീപയ്ക്ക്. തൻ്റെ പഴയ വിഷ്ണുവേട്ടനെ തിരിച്ചു കിട്ടിയതിൽ അവൾക്ക് സന്തോഷമായി. പിറ്റേന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ദീപ തൻ്റെ വീട്ടിലെത്തി. വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നുണ്ടാകും. ഒരുപാട് ജോലിയായിരിക്കും ഇന്ന് എന്നൊക്കെ ചിന്തിച്ചു ചെന്ന് അവൾ കണ്ടത് വൃത്തിയായും ഭംഗിയായും അടുക്കി ഒതുക്കിയിട്ടിരിക്കുന്ന തൻ്റെ വീടാണ്. അമ്മയെ ക്ലാസ്സിന് പോയിരുന്നു. വിഷ്ണു വീട്ടിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മുൻവാതിൽ കുറ്റിയിട്ട ശേഷം വേഷം മാറാനായ ദീപ മുറിയിലേക്ക് പോയി. സാരിയിൽ കൈവച്ചതും പുറകിലൂടെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ വന്നതും ശരീരം വലിച്ചെടുപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. മുടിയിഴകൾ മാറ്റി അവളുടെ കഴുത്തിലേക്ക് ചുണ്ട് ചേർത്തു വിഷ്ണു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു ദീപ. അയാൾ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി നെറ്റിയിൽ ഉമ്മ വച്ചു. അവൾ ആ നെഞ്ചിൽ ചേർന്ന് നിന്നു. അവൾക്ക് മാത്രം അവകാശപ്പെട്ട ആ പേരയാൾ വിളിച്ചു. അവൾക്ക് മാത്രം കേൾക്കാനായി. കൂടെ തൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച അവഗണനകൾക്കായി അവളുടെ ചെവിയിൽ ചുണ്ടു ചേർത്ത് സോറിയും പറഞ്ഞു. അവൾ കൈയെടുത്ത് തടഞ്ഞു. വേണ്ട വിഷ്ണുവേട്ടാ, ഇനി സോറി പറയണ്ട. എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ശ്രദ്ധയോടെ കേട്ടാൽ മതി. നമുക്ക് മാത്രമായി കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ചാൽ എനിക്കത് വലിയ സന്തോഷമാണ്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറവുകളും പറയുക, ഞാനും അത് തിരുത്താം. അവൾ പിന്നെയും സന്തോഷത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ അത്രയേറെ സ്നേഹത്തോടെ അവളെ കേട്ടുകൊണ്ടിരുന്നു. ജീവിതത്തിൽ മനഃപൂർവ്വമല്ലാതെ വന്നു ചേരുന്ന ചില ചെറിയ അകൽച്ചകളുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഉരുകിയില്ലാതെയാകുന്ന ചിലത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.